നമ്മളിവിടെ നമ്മെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്താൽ പോരാ. ഈ ഒരു രഹസ്യം എനിക്ക് പറഞ്ഞു തന്നത് ഒരു സ്പിരിച്വൽ ഹീലറായിട്ടുള്ള ഒരു പെന്തിക്കോസ്റ്റ് പാസ്റ്ററാണ് എന്നോട് പറഞ്ഞു തന്നത്. പ്രൊട്ടക്ഷൻ നമ്മൾക്ക് തന്നെ ഇടാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഇത്തരം കളികളിലേക്ക് കടക്കാവൂ. എനിക്ക് പറയുമ്പോൾ ഇപ്പോഴാ സങ്കടം എനിക്ക് വരികയാണ്. കാരണം ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആയിപ്പോയി. ഞാനും കരയാൻ തുടങ്ങി, അവൻ്റെ അച്ഛനും ഇരുന്ന് കരയാൻ തുടങ്ങി. നല്ലൊരു കഴിവുള്ള കലാകാരനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അതാണ് പറഞ്ഞത്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ കരഞ്ഞുപോയി. അങ്ങനെ ഇതുവരെ ഞാൻ ഇമോഷണൽ ആയിട്ടില്ല. സോളുകൾ വരും, അവരുമായിട്ട് സംസാരിക്കും, ഒരു കൈകാലത്തിൽ നിർത്തും, അവർ പറഞ്ഞു വിടും. പക്ഷേ ഇവൻ എൻ്റെ ഒരു അനിയനെ പോലെ ആയി മാറി. അത് ഞാനൊരു കപ്പൂച്ചിന് അച്ഛനോട് പറഞ്ഞു, കൊള്ളാം, നല്ല ആൾ, ഞങ്ങളൊക്കെ പോട്ടിപ്പായിക്കുകയാണ്, സാത്താനെ പോടാന്ന് പറഞ്ഞിട്ട് വിടുകയാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ രീതി അതല്ല. ഞാൻ എന്താ വെച്ചാൽ ഒരു സോളാണ്. നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് ബഹുമാനത്തോടു കൂടിയായിരിക്കണം. ഈ ചാത്തൻ എന്ന് പറഞ്ഞൊരു കേസ് വന്നിട്ടുണ്ട് ഒരു പോലീസുകാരുണ്ട്. അതും ഇതുപോലെ കുറച്ച് മൽപ്പിടുത്തം നടത്തിയിട്ടാണ്. എന്നെ ആദ്യം പേടിപ്പിച്ചു, പിന്നെ പ്രീണിപ്പിക്കാൻ നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അയ്യോ ഞാനിവനെ രക്ഷിച്ചോളാം, നീ എന്നെ ഇവരിൽ നിന്ന് ഉച്ചാരണം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പാസ്റ്റ് ലൈഫ് വരെ പറഞ്ഞിട്ടാണ് ആ ഒരു ചാത്തൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഇത് പല ആളുകളിലും ഞാൻ കണ്ടിരിക്കുന്ന അനുഭവമാണ്. ഇത്തരത്തിലുള്ള ഹീലിംഗ് ചെയ്യുന്ന, ഒരു പക്ഷേ ഞാൻ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഹീലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് അവരെ ബാധിക്കുന്നില്ല എന്നുള്ളത് വളരെ കറക്റ്റ് കാര്യമാണ്. പക്ഷെ പലപ്പോഴും അവരുടെ കുടുംബങ്ങളിൽ ബാധിക്കുന്നതായിട്ട് നമ്മൾ വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മളിവിടെ നമ്മെ മാത്രം പ്രൊട്ടക്ട് ചെയ്താൽ പോരാ. ഈ ഒരു രഹസ്യം എനിക്ക് പറഞ്ഞു തന്നത് ഒരു സ്പിരിച്വൽ ഹീലറായിട്ടുള്ള ഒരു പെന്തിക്കോസ്റ്റ് പാസ്റ്ററാണ് എന്നോട് പറഞ്ഞു തന്നത്. ബിനോയ്, എൻറ്റിറ്റി ഉള്ള ഹീലിംഗ് ഒക്കെ കേസ് നേരെ പോയി തലയിൽ കൈവച്ച് ഹീൽ ചെയ്യരുത്, ഒന്ന് ടച്ച് ചെയ്യാൻ പാടില്ല, നോൺ ടച്ച് തെറാപ്പി ചെയ്യാവൂ, എനർജി തലത്തിൽ നിന്നുള്ള കളികളെ കളിക്കാവും. പിന്നെ ജീസസ് ക്രൈസ്റ്റിനെ പോലെയോ അതല്ലെങ്കിൽ അതുപോലെ വലിയ തലത്തിൽ നിൽക്കുന്ന മഹാവതാർ ബാബാജിയെ പോലെയൊക്കെയുള്ള ആളുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സോളാണെങ്കിൽ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ വൈഫ് ഉണ്ടെങ്കിൽ നമ്മളുടെ കുടുംബം, നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ വീട്, സ്ഥാപന ജംഗമം, ഇതെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷമേ ഇത്തരം കേസുകൾ തൊടാവൂ. പലപ്പോഴും ഇത് ചെയ്യാതെ പണി കിട്ടിയ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന് ഇങ്ങനൊരു കൺസൾട്ടേഷൻ, ഈ പല ആളുകൾക്കും ചെറിയ ഇത്തരത്തിലുള്ള അതീന്ദ്രിയമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വലിയ സംഭവമാണെന്നൊക്കെ തോന്നും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കൺസൾട്ടേഷൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു, അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീയല്ലേ പ്രൊട്ടക്റ്റഡ് ഉള്ളൂ, ഫാമിലി പ്രൊട്ടക്റ്റഡ് ആണോ, അല്ല ഒന്നും പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കിക്കോ, 3 ദിവസം എടുത്ത് നോക്കിക്കോ എന്താ സംഭവിക്കണമെന്ന് കാണാൻ പറഞ്ഞു. സംഭവിച്ചെന്ന് പറഞ്ഞാൽ അമ്മ റോഡിലൂടെ നടന്ന് പോയപ്പോൾ പുറകേന്ന് ഒരാൾ ബുഷ് ചെയ്ത് വീണ് ഹോസ്പിറ്റലായി അഡ്മിറ്റായി. മോൻ്റെ 3 മാസം പോയി ഈ ആളുടെ. അപ്പോഴേ ഞാൻ പറഞ്ഞു, അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോണ്ടാവുന്ന ഒരു അപകടം. നമ്മൾ കളിക്കുന്ന ഒരു എനർജി ലെവലാണെന്നുള്ളത് മിനിമം ബോധം വേണ്ടേ. പ്രൊട്ടക്റ്റഡ് ആയിരിക്കാം, ഫാമിലിനെ ആര് പ്രൊട്ടക്ട് ചെയ്യും? അതെ. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രൊട്ടക്ഷൻ നമ്മൾക്ക് തന്നെ ഇടാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഇത്തരം കളികളിലേക്ക് കടക്കാവൂ. കാരണം ഹീലിംഗ്, പലപ്പോഴും ആളുകൾ ഹീലിംഗ് ഒരു ട്രെയിനിങ് ആയിട്ട് കാണുന്നുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ട്രെയിനിങ്ങിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ NLP ഒരു ട്രെയിനിങ്ങിലൂടെ പഠിക്കാം, EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് നമ്മളൊരു ട്രെയിനിങ്ങിലൂടെ പഠിക്കാം. പക്ഷേ സ്പിരിച്വൽ തലത്തിലുള്ള കളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പിരിച്വൽ തലത്തിൽ കയറി കളി അടിയും തടയും പഠിച്ച്, അതായത് സൈക്കിക് സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ശരിക്ക് ഇപ്പോൾ റഷ്യൻ സയൻറ്റിസ്റ്റുകളുണ്ട് കുറേ പേര് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുള്ളത്. അവരൊക്കെ ശരിക്ക് ഈ പ്രൊട്ടക്ഷൻ വളരെ പ്രാധാന്യം പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഏഞ്ചൽസിനെ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാം, മാസ്റ്റേഴ്സിനെ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാം. ആരാണോ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, നമ്മളെ സഹായിക്കുന്നത്, ഉപാസന വഴി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഉഗ്രമൂർത്തികളെ വെച്ച് ഉപാസന ചെയ്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതും ചെയ്യും. അപ്പോൾ പ്രൊട്ടക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ല, ജപങ്ങൾ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാം. അതെ, ജപങ്ങൾ. പക്ഷെ കുറച്ചുകൂടി ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുള്ള ആളുകൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിനൊപ്പം തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ലൈഫിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ എന്തെങ്കിലും സോൾ പ്രസൻസോ ഇഷ്യൂസ് ഒക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ സോൾ പ്രസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദ്രവിക്കുന്ന രീതിയിൽ കണ്ടിട്ടില്ല. മറ്റുള്ളവർക്ക് പ്രശ്നം വന്ന കേസുകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സോളുകളായിട്ട് സംസാരിക്കും നമ്മൾ. അത് ഏത് തലത്തിലുള്ള സോളാണെന്ന് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ വന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു 25 വയസ്സിൽ 5 വർഷം മുമ്പ് മരിച്ച ഒരു പയ്യൻ്റെ സോളാണ്. ആ സോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അപ്പം തന്നെ സോളിനെ വിളിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് മീഡിയംസ് ആവശ്യമാണ്. ആ പയ്യൻ മരിച്ചത് അവസാനം ഡ്യൂക്ക് ഒരു ബൈക്കിൽ പോകുമ്പോഴാണ്. അപ്പോൾ ആ ബൈക്കിൻ്റെ പടം, അവൻ ആ ബൈക്കിൻ്റെ അടുത്ത് നിൽക്കുന്ന പടം, അവൻ്റെ പടം, ഫോട്ടോസ് എല്ലാം എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. ആ പടത്തിൽ നിന്ന് ഞാൻ പെൻഡുലം വെച്ച് എനർജി പതുക്കെ എടുത്തിട്ട് ആ എനർജിയോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പയ്യനായിരുന്നു ആ പയ്യൻ.
നല്ല പെയിനായിരുന്നു. അതായത് വളരെ ആളുകൾക്ക് സഹായം ചെയ്യുകയും ഒക്കെ ചെയ്യുകയും ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ഒരുത്തനാണ്, ആക്ടറും കൂടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ മനുഷ്യന് ആ പ്രായത്തിലും മരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ എൻറ്റിറ്റി ഇപ്പോഴും നിലനിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ അവൻ്റെ അച്ഛനും അമ്മയും അവൻ താമസിച്ചിരുന്ന റൂമടക്കം അവൻ ജീവിച്ച പോലെ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഇവൻ്റെ ബൈക്ക് ഇവൻ്റെ ജ്യേഷ്ഠൻ സ്വന്തമായിട്ട് അവിടെ ഇപ്പോഴും പൂജിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എനർജി പറയുന്നതെന്ന് വെച്ചാൽ, ഈ സോൾ എനർജി പറയുന്നതെന്ന് വെച്ചാൽ, ഇവരെന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെയാണ് എനിക്ക് പോകാനും താല്പര്യമില്ല. കാരണം ഐ വാസ് നോട്ട് റെഡി ടു ഗോ എന്നാണ് അവൻ പറയുന്നത്. ഞാൻ പോകാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ആ ഒരു അകാലത്തിലുള്ള മരണമാണ്. അതും ഒരു ആക്സിഡൻ്റ് എന്ന് പറയാനൊന്നും പറ്റില്ല. അവൻ ബൈക്കെടുത്ത് വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഒരു കിലോമീറ്ററോ മറ്റോ അകലെയുള്ളൊരു സ്ഥലത്തേക്ക് പോയിട്ട് കാറ്റ് കൊണ്ടിരിക്കാം, ഒരു പുഴയുടെ തീരത്തെന്ന് വിചാരിച്ച് പോയി യൂ ടേൺ എടുത്ത് പോയതാണ്. അവിടെ നിന്ന് ആ പോയ ദൂരം ഏകദേശം 1 കിലോമീറ്റർ പോയപ്പോഴേക്കും ഒരു കലിങ്കിൽ ഇടിച്ചു മരിച്ചു. എന്നാൽ നോക്കുമ്പോൾ നെറ്റിക്ക് ഒരു ചെറിയൊരു പോറലുണ്ടെന്നല്ലാതെ ആൾക്കൊന്നുമില്ല. പക്ഷേ അവർ പറയുന്നത് ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചയിൽ നിന്നാണ്. അപ്പോൾ അത് ഒരു 1-2 ആഴ്ച മുമ്പ് അവന് നല്ല പനി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ പനിയുള്ള സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ അവൻ ആ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് അത് സംഭവിച്ചായിരിക്കാമോ എന്നുള്ളൊരു ഡൗട്ട് ഇവൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സോളിനോട് ചോദിച്ചപ്പോൾ ആ രംഗം എന്നെ കാണിച്ചു തന്നു. ബൈക്ക് പോകുന്നു. അപ്പോൾ ഞാൻ കാണുന്നത് ഏകദേശം നമ്മൾ ക്യാമറ ഇങ്ങനെ പോകുന്ന ബൈക്കിൻ്റെ സൈഡിലൊരു ആംഗിളിൽ ക്യാമറ വെച്ചാൽ എങ്ങനെയാണോ ആ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. പോകുന്നു. ആ ഒരു കലിങ്കിൻ്റെ അടുത്തെത്തുമ്പോൾ എന്താണോ എന്നറിയില്ല, പെട്ടെന്ന് ഇവൻ ഹാൻഡിൽ ഷിവർ ചെയ്യുന്ന ഒരു രംഗമാണ് ഞാൻ കാണുന്നത്. ബാക്കിൽ നിന്നാണ് കാണുന്നത്, ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഡയഗണൽ പൊസിഷനിൽ. അപ്പോൾ ഇങ്ങനെ ഹാൻഡിൽ ഇങ്ങനെ ഷിവർ ചെയ്ത ഉടനെ തന്നെ ഹാൻഡിൽ തിരിഞ്ഞുപോയി. ഇവൻ്റെ കൈ ഹാൻഡിൽ ചെയ്യുന്ന രണ്ടും എടുത്തിട്ട് നെഞ്ചത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് വീഴ്ച ഒരു മലക്കം അറിയുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അവൻ്റെ ഫാദർ പറഞ്ഞു വീണ് കിടന്നിരുന്ന പൊസിഷൻ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റിയൽ സോളുമായിട്ടാണ്. പക്ഷേ ആ സോള് തേങ്ങിക്കരയാൻ തുടങ്ങി. എനിക്ക് പറയുമ്പോൾ ഇപ്പോഴാ സങ്കടം എനിക്ക് വരികയാണ്. കാരണം ഞാൻ ഭയങ്കര ഓവർവെൽംഡായിപ്പോയി. ഞാനും കരയാൻ തുടങ്ങി, അവൻ്റെ അച്ഛനും ഇരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു കുറച്ച് നേരം എനിക്ക് തന്നെ ഐ ഹാവ് ടു മേക്കപ്പ് മൈ മൈൻഡ് എന്ന് പറഞ്ഞു. കാരണം ആ പയ്യനെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു പോയി. അവൻ എന്നെ ജ്യേഷ്ഠാന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ എന്താണ് സംഭവിച്ചതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നീ ഒന്ന് സഹകരിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ രംഗങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി, മോനെ നിനക്കൊരു നെക്സ്റ്റ് ബർത്ത്, ഒരു അടുത്ത ജന്മം നിനക്ക് കിട്ടാം, അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, കർമ്മങ്ങൾ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഈ സോള്. കർമ്മങ്ങൾ എന്തുകൊണ്ട് ഞാൻ മരിച്ചു? എനിക്ക് ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഈവൻ ഒരു വലിയ ഫേമസ് നടൻ അദ്ദേഹത്തെ ഈ പയ്യനെ തോളത്ത് കെട്ടിയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു, ഈ പ്രൊജക്റ്റ് നീ ചെയ്യണം. അങ്ങനെ ഒരു 2-3 മാസത്തിനുള്ള അടുത്ത് ഡയറക്ടറായിട്ട് വരാനിരുന്ന ഒരു പയ്യനാണ്. നല്ലൊരു കഴിവുള്ള കലാകാരനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അതാണ് പറഞ്ഞത്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ കരഞ്ഞുപോയി. അങ്ങനെ ഇതുവരെ ഞാൻ ഇമോഷണൽ ആയിട്ടില്ല. സോളുകൾ വരും, അവരുമായിട്ട് സംസാരിക്കും, ഒരു കൈകാലത്തിൽ നിർത്തും, അവർ പറഞ്ഞു വിടും. പക്ഷേ ഇവൻ എൻ്റെ ഒരു അനിയനെ പോലെ ആയി മാറി സംസാരിച്ച്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള നമ്മൾ ഈ സോൾ കണക്ഷനും പ്രസൻസൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു പക്ഷേ നമ്മൾ ഇമോഷണലി വീക്കാവുന്നതും നമുക്കൊരുപാട് സന്തോഷം വരുന്നൊക്കെ, സന്തോഷമല്ല നമുക്ക് സഹായിക്കാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വരുന്ന സാധനം ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ വളരെ ഇറിറ്റേറ്റഡ് ആയി വളരെ ദേഷ്യപ്പെടുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചേർത്തലയിൽ നിന്ന് വന്ന ഒരു ക്രിസ്ത്യൻ ഫാമിലിപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിൽ 2 സോള് കണ്ടു. ഒന്നൊരു കസിൻ്റെ, വേറൊന്ന് അദ്ദേഹത്തിൻ്റെ അച്ചായൻ്റെയാണ്. അപ്പോൾ ആ പേര് തെളിഞ്ഞു വന്നു, അച്ചായൻ്റെ പേരടക്കം. ഈ പറഞ്ഞ പോലെ അയാളുടെ മുഖം, ഒരു കഷണ്ടി, കൃതാവ്, ഇതൊക്കെ തെളിഞ്ഞു വന്നു. വയസ്സായ ഒരു 60-62 വയസ്സുള്ള ഒരാളുടെ. ആ മനുഷ്യൻ ശരിക്കും ആത്മഹത്യ ചെയ്തതാണ്. അപ്പോൾ ഈ ആളുടെ ദേഹത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അയാൾ പക്ക ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി പുതിയൊരു ജന്മം കിട്ടും, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറ്റില്ല, ഇവനെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ആ ഒരു സോളാണ് ഇതുപോലെ അഡമൻ്റായിട്ട് നിന്ന് ഞാൻ കണ്ടത്. പിന്നെ ഒരു കുട്ടിയുടെ സോൾ, അത് ഞാൻ പിന്നീട് പറയാം. ഈ അഡമൻ്റായിട്ട് നിന്ന സോൾ എന്ന് പറയുന്നത് ഒരു പ്രായമുള്ള ആളാണ്, 62 വയസ്സോളം ഉണ്ട് അയാൾക്ക്. അപ്പോൾ മരിക്കുമ്പോൾ, അപ്പോൾ ഈ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ മരുമകൻ്റെ വീട്ടിൽ വന്നു. അമ്മാവനാണ്, അമ്മാച്ചൻ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. RC ഫാമിലിപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ അമ്മാവൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് കടം ചോദിച്ചു. അപ്പോൾ ഈ അമ്മാവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് കോടികൾ നശിപ്പിച്ച ഒരാളാണ്. വലിയൊരു കുടുംബത്തിലെ ആളാണ്, വലിയ അച്ചായന്മാരെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കുടുംബത്തിലെ ആളാണ്. പക്ഷേ അന്ന് വന്ന് ചോദിച്ചപ്പോൾ അച്ചായനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന ആൾ പറഞ്ഞു, അച്ചായ ഒരു കാര്യം ചെയ്യും, അച്ചായന് വേണമെങ്കിൽ ഞാൻ നല്ല ജോണി വാക്കർ ഒഴിച്ചു തരാം, അതല്ലാതെ വേറൊന്നും എനിക്കിപ്പോൾ തരാനില്ല. അച്ചായൻ കുറേ കാശ് കളഞ്ഞാലേ. അപ്പോൾ ഇയാൾ ഒരു 2.5 കോടിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ അടുത്ത് വന്ന ആൾ, അയാൾ ഫിൽത്തി റിച്ചാണ്, ലാൻഡ് വിൽപ്പന നടത്തിയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു അച്ചായ അത് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ട ആളാണ്. പക്ഷേ അന്ന്
പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാഞ്ഞിരത്തിൽ ഒരു രാത്രി 9:15 ആൾ തൂങ്ങി നിൽക്കുന്നതാണ് വീട്ടുകാർ കാണുന്നത്. അതൊരു ദുർമരണമാണ്. ആ ദുർമരണം നടത്തിയ ആ മനുഷ്യനെ ഞാൻ ഈ ഉച്ചാടനം ചെയ്യാന്ന് പറയുന്ന ഒരു തലമുണ്ടല്ലോ, ഞാൻ പറഞ്ഞു നോക്കി. ഞാൻ എങ്ങനെ ഒരു രീതി എന്ന് വെച്ചാൽ ഇങ്ങനെ ഉച്ചാടനം ചെയ്ത് ഒച്ചപ്പാടെടുക്കുന്ന രീതിയല്ല. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളിങ്ങനെയാണ്, അടുത്തൊരു ജന്മം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഡ്യൂക്കേറ്റ് ചെയ്യും. എന്നിട്ട് പതുക്കെ തട്ടി തലോടി നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് വിടുന്ന ഒരു രീതിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് ഞാനൊരു കപ്പൂച്ചിൻ അച്ഛനോട് പറഞ്ഞു, കൊള്ളാം, നല്ല ആൾ, ഞങ്ങളൊക്കെ പോട്ടിപ്പായിക്കുകയാണ്, സാത്താനെ പോടാന്ന് പറഞ്ഞിട്ട് വിടുകയാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ രീതി അതല്ല. ഞാൻ എന്താ വെച്ചാൽ ഒരു സോളാണ്. നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് ബഹുമാനത്തോടു കൂടിയായിരിക്കണം. എന്ത് മരണമായാലും. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുന്നില്ല. ഇവനെയും കൊണ്ടേ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് നിപ്പാണ്. പിന്നെ ഒരു 1.5-3 മണിക്കൂർ വീണ്ടും നമ്മൾ എനർജി ഹീലിംഗ് കൊടുത്ത് ഇയാളൊരു വശംബദലാക്കി അയാൾ അവസാനം പറിച്ചു കളയുന്നൊരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും, ഇനിയും നിങ്ങളുടെ കർമ്മദോഷത്തിന് കാരണമാവും എന്ന് പറഞ്ഞ ആ ഒരൊറ്റ മാത്രയിൽ എൻ്റെ ഒരു ഏഞ്ചൽ ഹീലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഏഞ്ചൽസിനെ ആവാഹിച്ച് വെച്ചിട്ടുള്ള ഒരു ക്രിസ്റ്റലുണ്ട്. ആ ക്രിസ്റ്റൽ നെറ്റിയിൽ വെച്ച് കൊടുക്കും. ആ നെറ്റിയിൽ വെച്ച് കൊടുത്ത സമയത്ത് ഇത് റിലീസായി പോയി. പിന്നീട് ഞാൻ പെൻഡലും വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു എനർജി അവിടെ നിലനിൽക്കുന്നില്ല. ആ ഒരു കേസിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി മൽപ്പിടുത്തം വേണ്ടി വന്നു. പിന്നെ ഈ ചാത്തൻ എന്ന് പറഞ്ഞൊരു കേസ് വന്നിട്ടുണ്ട് ഒരു പോലീസുകാരനിൽ. അതും ഇതുപോലെ കുറച്ച് മൽപ്പിടുത്തം നടത്തിയിട്ടാണ് എന്നെ ആദ്യം പേടിപ്പിച്ചു, പിന്നെ പ്രീണിപ്പിക്കാൻ നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അയ്യോ ഞാനിവനെ രക്ഷിച്ചോളാം, നീ എന്നെ ഇവരിൽ നിന്ന് ഉച്ചാരണം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പാസ്റ്റ് ലൈഫ് വരെ പറഞ്ഞിട്ടാണ് ആ ഒരു ചാത്തൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്.